നമ്മളിന്നുള്ളത് പാലക്കാടാണ്. പാലക്കാടെ പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ ഇപ്പം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന കാരണം ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു 2-3 മാസം മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് ആയിട്ട് കാണാമായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള നിലമ്പൂർ ഷൊർണൂർ പാതയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒത്തിരി സിനിമകൾ, മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അറിയാവുന്നവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷനാണ്. നല്ല രസമാണ്. രാവിലെയും വൈകുന്നേരം ഓരോ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത്രയേ ഉള്ളൂ. വേറെ ഉച്ചയൊക്കെ ആകുമ്പം ഫ്രീ ആണ്. അപ്പം അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പഴയ ടൈപ്പ് ടിക്കറ്റാണ് കിട്ടുന്നത്. അതായത് കട്ടിയുള്ള പേപ്പറിലുള്ള ടിക്കറ്റാണ് കിട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാനൊരു ചെറിയൊരു ഓലപ്പുര പോലത്തെയുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്നു ഫുഡ് കഴിക്കാനായിട്ട്. സാധാരണ ചോറും മീനും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല സെറ്റപ്പാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ നടത്തുന്ന കുഞ്ഞ് നാടൻ കടകൾ, അതായത് നമ്മുടെ സാധാരണ ഊണും മീൻ വറുത്തൊക്കെ കിട്ടുന്ന അങ്ങനത്തെ സ്പോട്ട് ഈ പാലക്കാട് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടെ വന്ന് എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്നൊരു താല്പര്യമുണ്ട്. അതുപോലെ ഞാൻ സാധാരണ ഊണും ഫിഷ് കറി മീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ബീഫ് റോസ്റ്റും എടുത്തു. കൂടാതെ ഒരു മാംഗോ ജ്യൂസും കഴിച്ചായിരുന്നു. നല്ല ഫുഡാണ്. ഒരു 7/10 ഞാൻ കൊടുക്കും. വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ള കാരണം ഒത്തിരി ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് കണ്ട ഹോട്ടലിലങ്ങ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യാത്ര തുടരുകയാണ്. പാലക്കാട് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ഫുഡ് സ്പോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വരാം. നമുക്കവിടെ മറ്റുള്ളവരെയും അതുപോലത്തെയുള്ള ഫുഡ് സ്പോട്ടൊക്കെ പരിചയപ്പെടുത്താം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.